കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു കുറ്റം തന്നെയാണ്. പക്ഷേ സ്വന്തം മകൾക്കു വേണ്ടി ഒരമ്മ അത് ചെയ്തു. അതിന്റെ പേരിൽ ഒരു ദിവസം പോലും ആ അമ്മയ്ക്ക് ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടില്ല. നിയമം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ഹൃദയസ്പർശിയായ സംഭവമാണിത്. ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത ദുരന്തങ്ങളുടെ തീച്ചൂളയിൽപ്പെട്ട് കരിഞ്ഞുപോകാതെ സ്വന്തം മകൾക്കു വേണ്ടി ആ പ്രതിസന്ധികളെ ധൈര്യത്തോടെ അതിജീവിച്ച ആ അമ്മയുടെ പേര് ഉഷ എന്നാണ്. സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീ എന്ന തലക്കെട്ടുകളോടെയാണ് അന്ന് മാധ്യമങ്ങൾ ഉഷയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ആ കൊലപാതകത്തിലേക്ക് ഉഷയെ നയിച്ച കാരണങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. 18 വയസ്സിലായിരുന്നു ഉഷയുടെ വിവാഹം നടക്കുന്നത്. ഒട്ടും പൊരുത്തപ്പെടാനാവാത്ത കുടുംബത്തിൽ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു ഉഷ. മദ്യപാനിയായ ഭർത്താവ് ഉഷയെയും വീട്ടുകാരെയും പലകുറി സാമ്പത്തികമായി ചൂഷണം ചെയ്തു. ബിസിനസ് തുടങ്ങണമെന്നും മറ്റും പറഞ്ഞ ഭർത്താവ് ഉഷയുടെ വീട്ടുകാരിൽ നിന്നും വൻ തുകകൾ വാങ്ങിച്ചെടുത്തു. മദ്യപാനവും വഴിവിട്ട ജീവിതവും അയാളെ ബിസിനസ്സിലും പരാജയപ്പെടുത്തുകയായിരുന്നു. സാമ്പത്തിക ചൂഷണത്തിനു പുറമെ ശാരീരിക പീഡനവും ഉഷയ്ക്ക് നേരിടേണ്ടി വന്നു. ബിസിനസ്സും വീട്ടുകാര്യങ്ങളും ഒരുപോലെ കഷ്ടപ്പെട്ടു നോക്കി നടത്തുന്നതിനിടയിലാണ് ഭർത്താവിന്റെ വിദ്യാഭ്യാസമില്ലാത്ത സഹോദരിക്ക് വേണ്ടി ഉഷയുടെ MPhil പാസ്സായ സഹോദരനെ കല്യാണം ആലോചിക്കുന്നത്. ഉഷയുടെ വീട്ടുകാർ ഇത് നിരസിക്കുകയായിരുന്നു. അതോടെ പക ഇരട്ടിയായ ഭർത്തൃവീട്ടുകാർ ഉഷയെ വീണ്ടും ഉപദ്രവിക്കുവാൻ തുടങ്ങി. അന്നോളം 4 മക്കളെ ഓർത്ത് ഈ ദുരിതങ്ങളെയൊക്കെ സഹിക്കുകയായിരുന്നു ഉഷ. ഒടുവിൽ മൂത്ത മകൾക്ക് 14 വയസ്സായപ്പോൾ ഒരു ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉഷ അനീതിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. ഇതോടെ വിവാഹത്തിന് തയ്യാറാകാത്ത 14 വയസ്സുള്ള പെൺകുട്ടിയുടെ പഠിത്തം ഉഷയുടെ ഭർത്താവ് നിർത്തിവെപ്പിച്ചു. ഇതിനു പിന്നാലെ സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ സഹായത്തോടെ ഉഷ മകളെ സ്കൂളിൽ നിർത്തി പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പക്ഷേ അതിന് വലിയ വിലയാണ് ഉഷയ്ക്ക് നൽകേണ്ടി വന്നത്. ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഭർത്തൃവീട്ടുകാർ ഉഷയെ ആക്രമിക്കുകയും 2 കാലുകളും തല്ലിയൊടിക്കുകയും ചെയ്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന ഉഷയെ ആരോ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിയ പോലീസിനോട് ഉഷയുടെ ഇളയ മകനാണ് അമ്മ അന്നോളം അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത്. പിന്നീട് ഇവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയുമായിരുന്നു. തുടർന്ന് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയ ഉഷ സ്ത്രീധനത്തുകയും ആഭരണങ്ങളും തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഉഷ ബിസിനസ്സിൽ തട്ടിപ്പ് കാണിച്ചു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഭർത്തൃവീട്ടുകാർ ഇതിന് മറുപടി നൽകിയത്. ഉഷ ഒരു മോശം സ്വഭാവക്കാരിയാണെന്നും അവർ പറഞ്ഞു പരത്തി. എന്നാൽ ഉഷയുടെ ജീവിതമറിഞ്ഞ മധുര സർക്കാർ ആശുപത്രിയിൽ കാഷ്യറായി അവർക്ക് ജോലി നൽകുകയായിരുന്നു. ജോലിയിലെ മിടുക്കും കഴിവും അധികം വൈകാതെ ഉഷയ്ക്ക് അവസരങ്ങളുടെ വൻ വാതിലുകൾ തുറന്നുകൊടുക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിൻ വിഭാഗത്തിലെ ചുമതല ഉഷയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ജോലിയോടൊപ്പം അവർ ബിരുദത്തിനു കൂടി ചേർന്നു. കുട്ടികളുടെ പഠനവും തന്റെ ചികിത്സയും നടത്തി. ക്രച്ചസിന്റെയും ഫിസിയോതെറാപ്പിയുടെയും സഹായത്തോടെ നടക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടെ വിവാഹമോചനം നേടിയ ഉഷ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴായിരുന്നു വീണ്ടും ഭർത്താവിന്റെ രൂപത്തിൽ ദുരന്തമെത്തിയത്. ഉഷ വീട് വിട്ടുപോയതോടെ ബിസിനസ് തകർന്ന അയാൾ പകയോടെ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ഉഷയ്ക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു പരത്തിയതിന് അയാൾ ഉഷയോട് മാപ്പ് ചോദിച്ച് അഭയം തേടിയെത്തി. തുടർന്ന് മക്കളുടെ നിർബന്ധപ്രകാരം അയാളെ ഉഷ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. എങ്കിലും ഭാര്യയായി ജീവിക്കാൻ ഉഷ തയ്യാറായിരുന്നില്ല. ആരോഗ്യനില വളരെ മോശമായ അയാളുടെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു. പരസഹായമില്ലാതെ ജീവിക്കാനാകുമായിരുന്നില്ല. ഇതൊന്നും കൂടാതെ വഴിവിട്ട ജീവിതം ഇയാളെ ഒരു എയ്ഡ്സ് രോഗിയാക്കി മാറ്റിയിരുന്നു. ദിവസം കൂടുന്തോറും അയാൾ ഓരോ നിബന്ധനകളുമായി ഉഷയ്ക്ക് മുന്നിലേക്ക് വരാൻ തുടങ്ങി. തനിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. അയാളുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ഉഷ മക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെ അയാളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം തിരിച്ചു വന്ന അയാൾ ഉഷയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് തടയാനെത്തിയ മകളെ വലിച്ചിഴച്ചുകൊണ്ട് അയാൾ മുറിയിൽ കയറ്റി വാതിലടയ്ക്കുകയായിരുന്നു. അമ്മ വന്നില്ലെങ്കിൽ നീ മതി എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. മകളുടെ മാനം നഷ്ടപ്പെടാതിരിക്കാനായി ഒടുവിൽ ഉഷയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു. മകളുടെ നിലവിളി കാതിലലച്ചപ്പോൾ മകന്റെ ക്രിക്കറ്റ് ബാറ്റുമായി അവർ മുറിയുടെ ജനൽ ചുല്ല് പൊട്ടിച്ച് അകത്ത് കയറി. മകളുടെ വസ്ത്രമഴിക്കാൻ ശ്രമിച്ച അയാളുടെ അനക്കം നിലയ്ക്കും വരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. പിന്നീട് ഉഷ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. എന്നാൽ കൊലപാതകത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് കോടതി ഉഷയെ ശിക്ഷിച്ചില്ല. കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴോ മാനഭംഗ ശ്രമത്തിനിടയിലോ ഒരാൾ സ്വയരക്ഷയ്ക്കായി കൊല ചെയ്താൽ ലഭിക്കാവുന്ന നിയമാനുകൂല്യം സെക്ഷൻ 100 ചുമത്തി ഉഷയെ അവർ വിട്ടയക്കുകയായിരുന്നു. ഒരു ദിവസം പോലും ഉഷയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടിയും വന്നില്ല. ഇതിനുശേഷം ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഉഷ ബാങ്ക് പരീക്ഷയുടെ പരിശീലനത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലെ ജോലി വിട്ടു. കഠിന പ്രയത്നത്താൽ ബാങ്കിൽ ജോലി നേടുകയും ചെയ്തു. പിന്നീട് 4 മക്കളെയും അന്തസ്സായി വളർത്തി പഠിപ്പിച്ച് സമാധാനപരമായ ജീവിതം നയിക്കുകയാണിപ്പോൾ ഉഷ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.